ഹലോ ട്രേഡേഴ്സ്, ഇന്ന് ഏപ്രിൽ 24 വ്യാഴാഴ്ച ദിവസം. അപ്പം ഇന്ന് മാർക്കറ്റ് ഇന്ന് നിഫ്റ്റി എല്ലാ ഇൻഡെക്സുകളുടെയും മന്ത്ലി എക്സ്പയറി ഡേയും കൂടിയായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയെ കുറിച്ച് ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ആ ഒരു ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് വെച്ചിട്ട് നമുക്ക് മോർണിംഗിൽ, പക്ഷെ എനിക്ക് ഇന്ന് ആ ഓപ്പർച്യൂണിറ്റി മിസ്സായി. പക്ഷെ എന്നാൽ പോലും ഞാൻ ആ സമയത്ത് എനിക്ക് ട്രേഡിങ്ങിൽ ഇരിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ ഇത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും. കാരണം വെച്ചാൽ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് വെച്ചിട്ട് നമുക്ക് അതിശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റുകൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഇന്നത്തെ ദിവസം. ഇന്ന് ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ 1 മിനിറ്റ് ചാർട്ടാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 9:32 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഷാർപ്പായിട്ടുള്ള അപ്പ് മൂവ്മെന്റ്. അതായത് ആ സമയത്ത് ഏകദേശം നിഫ്റ്റി 24,250 നിൽക്കുമായിരുന്നു. 9:32 കഴിഞ്ഞ് ഒരു 1, 2, 3, 4 ക്യാൻഡിൽ കൊണ്ട് 24,250 നിഫ്റ്റി 24,346, ഏകദേശം 100 പോയിന്റ് ആണ് 5 മിനിറ്റ് കൊണ്ട് നിഫ്റ്റിയിൽ ഒരു ഷാർപ്പ് ബൗൺസ്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് നിങ്ങൾ അറിയാവുന്ന ആൾക്കാരായിരുന്നെങ്കിൽ ഈ ഒരു ട്രേഡ് നമുക്ക് മിസ്സാവാതെ എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഞാനത് എങ്ങനെയാണ് നമുക്കത് മിസ്സാവാതെ എടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് ഈ ഒരു സമയത്ത്, അതായത് ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് നിങ്ങൾ കാണുന്ന ചാർട്ട്. അപ്പം 1 മിനിറ്റിൽ നിങ്ങൾ നോക്കിയാൽ, അപ്പൊ ഞാൻ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടിലെ സ്ട്രാറ്റജിയിൽ നമ്മൾ മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമ്മൾ നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ഇൻഡെക്സിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ ഇൻഡെക്സ് നിങ്ങൾ 1 മിനിറ്റിൽ ആദ്യം 9:15 1 മിനിറ്റിൽ ഓപ്പൺ ചെയ്ത് വെക്കുക. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ആദ്യം ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോർമേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം വെരിഫൈ ചെയ്യണം. അപ്പം ഇവിടെ ഇത് ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെയും, അഞ്ചാമത്തെയും, 6, 7, 8, 9, 10 ക്യാൻഡിലുകളെല്ലാം തന്നെ ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിലിനകത്ത് ഫോം ചെയ്തു അല്ലെ. അതിനുശേഷം 9:25 ക്യാൻഡിലാണ് ഈ ഒരു റേഞ്ചിന് താഴോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഈ സമയത്ത്, അതായത് നമുക്കിപ്പം ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലോയെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ പി സൈഡിലോട്ട് പോകണം, അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സി സൈഡ്, അങ്ങനെയാണ് നമ്മൾ നോർമലി ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ആ ഒരു സമയത്തെ ATM സ്ട്രൈക്ക് പ്രൈസ് എന്താണോ ആ സ്ട്രൈക്കിന്റെ കോളും പുട്ടും ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ, നമുക്കിപ്പം ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് 24,200 ഇൻ ദ മണി ആയിട്ട് നമുക്ക് എടുത്തു വെക്കാം. അതായത് കോളിനെ സംബന്ധിച്ച് 24,200, ഇപ്പം ഈ ലെവൽ എന്ന് പറഞ്ഞാൽ 24,271. അപ്പൊ നമ്മൾ 24,200 ആയിക്കോട്ടെ, 24,200 കോൾ ഓപ്ഷന്റെ ചാർട്ട്, പ്രീമിയം ചാർട്ട്, ഇന്ന് എക്സ്പയർ ചെയ്യുന്ന കോൺട്രാക്ട്, ഇതാണ് ആ കാണുന്ന ചാർട്ട്. ഇത് 1 മിനിറ്റിലാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് ഞാനിപ്പം ഈ സ്പോട്ട് ചാർട്ടിൽ നിങ്ങൾ കണ്ടതുപോലെ, അതായത് 9:25 ഈ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിലിന്റെ ലോയെ 9:25 ക്യാൻഡിൽ ബ്രേക്ക് ഡൗൺ ചെയ്തു. പക്ഷെ നിങ്ങൾ ഇവിടെ കണ്ടോ, അതായത് അത്ഭുതകരമായിട്ട്, അതായത് ഇത് കണ്ടോ, 9:25 ആ സമയത്തും 24,200 സിയുടെ പ്രൈസ് എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ. അതായത് സ്റ്റിൽ ഈ ഒരു ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിൽ അകത്ത് നിൽക്കുകയാണ്. അതായത് ഇതിന്റെ ലോയ്ക്ക് അടുത്തോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോട്ടെ, അതായത് ഈ ലോയ്ക്ക് അടുത്തോട്ട് പോലും പ്രൈസ് വന്നിട്ടില്ല. അതിനുശേഷം വീണ്ടും താഴോട്ട് പോയപ്പോഴത്തേനാണ്, അതായത് അത് വീണ്ടും മറ്റേ സ്പോട്ട് ചാർട്ടിലെ ക്യാൻഡിലുകൾ വീണ്ടും താഴോട്ട് പോയപ്പോഴത്തേനാണ് അത്രയെങ്കിലും അടുത്ത് വന്നത്. അതായത് 9:30 ആയപ്പോഴത്തേനാണ് പ്രൈസ്, അതായത് 24,200 സ്ട്രൈക്കിന്റെ പ്രൈസ് 1 മിനിറ്റ് ക്യാൻഡിലിന്റെ ലോയിൽ വന്നത് 9:30 9:30 നിങ്ങൾ നോക്കുക സ്പോട്ട് ചാർട്ടിൽ എവിടെയാണ് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിലിന്റെ എത്ര കീഴെയാണ്, എത്ര താഴെയാണ് 9:30 ക്യാൻഡിൽ നിങ്ങൾ നോക്കുക സ്പോട്ട് ചാർട്ടിൽ. അപ്പം ആ സമയത്ത് പ്രൈസ് ഈ ഓപ്പൺ 1 മിനിറ്റ്, അതായത് പ്രൈസിന്റെ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിൽ താഴോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പോലും ഇല്ല, ആ ലോയിൽ എത്തിയതേ ഉള്ളൂ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മാർക്കറ്റ്, അതായത് നിങ്ങൾക്ക് ഇവിടെ വേറെ ഒരു ഇൻഡിക്കേറ്ററും ഇല്ലാതെ, ആരെയും റിലേ ചെയ്യാതെ നമുക്ക് മാർക്കറ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് പ്രീമിയം ചാർട്ടിൽ നിന്നും വളരെ ഈസി ആയിട്ട് കണ്ട് മനസ്സിലാക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഡേ ആയിരുന്നു ഇന്നത്തെ ദിവസം. നിങ്ങൾ നോക്കി, അതായത് നമുക്ക് ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഈ ലോയിൽ വരുമ്പോൾ നമുക്ക് എൻട്രി ഇടുക. കാരണം വെച്ച് കഴിഞ്ഞാൽ
9:30 ആയപ്പോഴത്തേനും മറ്റേ സ്പോട്ട് ചാർട്ടിൽ ഒത്തിരി താഴോട്ട് പോയി. പക്ഷെ അപ്പോഴും അതായത് ഇതിന്റെ അർത്ഥം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഈ ഒരു സമയത്ത് കോളിൽ ഭയങ്കരമായിട്ടുള്ള ഷോർട്ട് കവറിങ്, അതായത് ആൾക്കാർ കോള് മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക, നമ്മളിത് അറിയുന്നില്ല. അപ്പം ഈ ഒരു സമയമായപ്പോഴത്തേനും 9:32 തൊട്ട് ഒരു 4 മിനിറ്റ് കൊണ്ട് 100 പോയിന്റ് ആണ്. അതായത് ഇവിടെ മുഴുവനും ഷോർട്ട് കവറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രദ്ധ മുഴുവനും എവിടെയാണ്? നമ്മൾ സ്പോട്ട് ചാർട്ടിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് മുഴുവനും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്പോട്ട് ചാർട്ടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴത്തേനും ഇപ്പൊ നിങ്ങൾ സൈമിൾട്ടേനിയസ് ആയിട്ട് സ്പോട്ട് ചാർട്ടും ആ സമയത്തുള്ള ഇൻ ദ മണി ഏതാണോ അത് കോളും ആയിക്കോട്ടെ പൊട്ടും, ഇത് രണ്ടും കൂടെ ഓപ്പൺ ചെയ്തിടണം. അപ്പം അങ്ങനെ ഓപ്പൺ ചെയ്ത് നമ്മൾ ആ സമയത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ എനിക്കും ഇത് മിസ്സായി. ആ സമയത്ത് എനിക്ക് എൻട്രി എടുക്കാനായിട്ട് എനിക്ക് ആ സമയത്ത് ഞാൻ ടെർമിനൽ ഫ്രണ്ടിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് മിസ്സായി. പക്ഷെ എന്നാൽ പോലും ഞാൻ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഇത്രയും പെർഫെക്റ്റ് എക്സാമ്പിൾ നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് 9:32 നമുക്ക് ഇവിടെ പ്രീമിയത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80 രൂപയെ കിടന്ന 24,200 കോൾ ഓപ്ഷന്റെ സ്ട്രൈക്കിന്റെ പ്രൈസ് 80 രൂപയെന്ന് 4 മിനിറ്റ് കൊണ്ട് 160, അതായത് ഏകദേശം 85 രൂപയാണ് നമുക്ക് 9:32 ആയപ്പോഴത്തേനും നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. ഇത്രയും വലിയൊരു പ്രോഫിറ്റ് നമുക്ക് എവിടെ ബുക്ക് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മുടെ കോൾ ഓപ്ഷൻ സ്ട്രാറ്റജി പ്രകാരം, അതായത് ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ടിൽ കോൾ ഓപ്ഷന്റെ സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ എൻട്രി പോയിന്റ്സ് രണ്ടാണ്. ഒന്നെങ്കിൽ ഓപ്പൺ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിന്റെ ലോയിലാണ് നമ്മുടെ എൻട്രി പോയിന്റ്. നമുക്ക് 2 എൻട്രി പോയിന്റ് ഉള്ളത്. ഒന്ന് ഓപ്പൺ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിന്റെ ലോയില് ഇനിയിപ്പം അവിടെ എൻട്രി എടുക്കാൻ മിസ്സായി അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നേ ഇല്ലെങ്കിൽ ഈ ഹൈ, അതായത് ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അതിന്റെ റീടെസ്റ്റിലാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് എടുക്കാൻ മിസ്സായി കഴിഞ്ഞാൽ റീടെസ്റ്റിലാണ് നമുക്ക് അടുത്ത എൻട്രി. അപ്പം ഇവിടെ റീടെസ്റ്റ് ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ലായിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എടുത്തെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നിഫ്റ്റിയിൽ മാക്സിമം 6 to 10 പോയിന്റ്സ് ആണ്. അപ്പം ഇവിടെ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇവിടെ ഇപ്പൊ ഒരാൾ എടുത്തെന്ന് വിചാരിച്ചു റീടെസ്റ്റിൽ, അയാൾക്ക് ചിലപ്പം ഒരു ടാർജറ്റ് കിട്ടിയില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ആ സ്റ്റോപ്ലെസ് അടിച്ചെന്ന് പോയി. പക്ഷെ എന്നാൽ പോലും എന്റെ ഫസ്റ്റ് ഈ ഒരു സെറ്റപ്പ് പ്രകാരം നമ്മൾ ഫസ്റ്റ് എൻട്രി പോയിന്റ് നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒരു 80 പോയിന്റ്, ഇപ്പൊ ഇവിടെ നമ്മൾ 5-10 ആണ് പോയിന്റ്സ് ആണ് നമ്മൾ എസ് എൽ ഇടുന്നെങ്കിൽ ഇപ്പൊ 80 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10 പോയിന്റ് ആണ് നമ്മൾ എസ് എൽ ആയിരുന്നെങ്കിൽ 1:8 എന്നുള്ള റിസ്ക് റിവാർഡിൽ അടിപൊളി ട്രേഡ് 9:32 നമുക്ക് പ്രീമിയം ചാർട്ടിൽ നിന്ന് നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഏതായാലും ഈ ഒരു കാര്യം നിങ്ങൾ ഇനിയും ഇത് മിസ്സാവരുത്. ഇത് എനിക്കും കൂടെ മിസ്സായിരിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. അതായത് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടിന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ അതിനകത്തുള്ള എല്ലാ വീഡിയോസ്, അതായത് ആ സ്ട്രാറ്റജി പ്ലസ് ഏതൊക്കെ ദിവസങ്ങൾ ഈ ഇൻസൈഡ് ബാർ, അപ്പം ഓരോ ദിവസങ്ങളിലും ഇതുപോലെ പല സമയത്തോ അല്ലെങ്കിൽ പല രീതിയിലായിരിക്കും അതായത് അതിന്റെ ബ്രേക്ക്ഔട്ട് നടക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു സെയിം സെറ്റപ്പ് അല്ലെങ്കിൽ സെയിം സ്ട്രാറ്റജി തന്നെ പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ എൻട്രി എടുക്കുകയും ചെയ്യുമ്പോഴത്തേനാണ് നമുക്കത് ഉറയ്ക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തൊരു പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് എൻട്രി എടുക്കാനായിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ആ പ്ലേലിസ്റ്റിലുള്ള എല്ലാ ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ടിന്റെ വീഡിയോസ് നിങ്ങൾ ഫുള്ളായിട്ടും കാണണം. ഞാൻ വളരെ വിശദമായിട്ട് ഓരോ ദിവസവും അത് എങ്ങനെയാണ് ബ്രേക്ക് ഔട്ട് അത് നമുക്ക് എൻട്രി എടുക്കേണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അടിപൊളി സ്ട്രാറ്റജിയാണ്. ഓപ്പണിംഗിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ബയേഴ്സിന് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്. അപ്പം ഇത് ഒരു ഇൻഡിക്കേറ്റർ ഇല്ലാതെ നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്നും ഓപ്ഷൻ പ്രീമിയം ചാർട്ടിൽ നിന്ന് നമുക്ക് മാർക്കറ്റിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എൻട്രി ആയിരുന്നു. അതുകൊണ്ട് ഇനി ഇത് മിസ്സാകാതെ നോക്കുക. ഓക്കെ, താങ്ക് യു.